അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സോളോ സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. INB ട്രിപ്പിലാണ്, ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിലാണ്. ഏകദേശം കഴിഞ്ഞ ഒരു 90 ദിവസത്തോളമായിട്ട് നമ്മൾ ട്രാവലിംഗ് ആണ്. അങ്ങനെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് മുംബൈയിലാണ് കേട്ടോ. എനിക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് മുംബൈ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മുംബൈയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിലത്തെ മറ്റ് മെട്രോ സിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുംബൈ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ് ആയിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം മുംബൈ തരുന്ന ആ ഒരു വൈബും മുംബൈയിലത്തെ സ്ഥലങ്ങളും മുംബൈയിലത്തെ റോഡുകളും മുംബൈയിലത്തെ മനുഷ്യരും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് മുംബൈ. അപ്പൊ നമ്മൾ മുംബൈയിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുംബൈ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കേറിയ ഒരു സിറ്റിയാണ്. ആ ഒരു തിരക്കേറിയ സിറ്റിയുടെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതായത് മുംബൈയുടെ ഫോർട്ട് ഏരിയയിലാണ് കേട്ടോ. നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും മറൈൻ ഡ്രൈവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന മുംബൈയുടെ ഫോർട്ട് ഏരിയ. ഇവിടെ നമുക്കൊരു 350 രൂപയ്ക്ക് പെർ ഡേയിൽ വരുന്ന ഒരു ഡോർമെട്രി കിട്ടി. അപ്പൊ ആ ഒരു ഡോർമെട്രി അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോർമെട്രി ആണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മുംബൈയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള CST അഥവാ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഡോർമെട്രി ഒക്കെ വരുന്നത്. ഈ CST സ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ആണ്. വളരെ പഴക്കം ചെന്നൊരു ബിൽഡിംഗ് ആണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചറും അതിന്റെ ഒരു ഭംഗിയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. രാത്രിയിലത്തെ ആ ഒരു CST സ്റ്റേഷനും പരിസരങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ ആ കാഴ്ചകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുംബൈയിലത്തെ മറൈൻ ഡ്രൈവിൽ ഞാൻ നടക്കാൻ ഇറങ്ങിയ കാഴ്ചകളും മുംബൈയിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ വിരാജ് ഗലാനി എന്ന് പറയുന്ന ആ ഒരു സാറിനെ നമ്മൾ കണ്ടായിരുന്നു. അദ്ദേഹമായിട്ടും സംസാരിക്കാൻ പറ്റിയായിരുന്നു. അപ്പം ആ ഒരു കാഴ്ചകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരു ധാരാവിലും പോയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്തായിരുന്നു. ധാരാവിലത്തെ സ്ലംസ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വാച്ച് സ്ഥലമാണ്. കാരണം മുംബൈയുടെ ഒരു വശം മാത്രം കണ്ടിട്ട് നിങ്ങൾ മുംബൈ വിടാൻ പാടില്ല. ഇങ്ങനത്തെ സ്ലമ്മുകളും ഇങ്ങനത്തെ മനുഷ്യരും ഇങ്ങനത്തെ ജീവിതങ്ങളും എല്ലാം മുംബൈയുടെ ഭാഗം തന്നെയാണ്. മുംബൈയുടെ ആ ഒരു വശം കൂടി നമ്മൾ കാണണം കേട്ടോ. അപ്പൊ നമ്മൾ ധാരാവിലത്തെ സ്ലംസിൽ പോയിട്ട് ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം, കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ്. ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം സ്ലംസിലൊക്കെ നമ്മൾ ക്യാമറ ആയിട്ട് കയറുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. ആ ഒരു റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ആ ഒരു ധാരാവിലത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ മുംബൈയിലത്തെ ലോക്കൽ ട്രെയിൻ യാത്രയും ഒരു മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാഴ്ചകളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും എലിഫന്റ കേവ്സും മുംബൈയിലെ ചുവന്ന തെരുവെന്നറിയപ്പെടുന്ന റെഡ് സ്ട്രീറ്റ് ഏരിയയും ഇവിടുത്തെ മാർക്കറ്റുകളും ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള സ്ട്രീറ്റുകളും എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ കിഡിലൻ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ആ ഒരു നോട്ടിഫിക്കേഷൻസിന്റെ അവിടെ ഓൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ അതുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് മുംബൈയിലത്തെ CST റെയിൽവേ സ്റ്റേഷനും അതിനോട് ചേർന്ന് തന്നെ ഒരു സബ്വേ ഉണ്ട്. നമ്മുടെ മേനകയൊക്കെ പോലത്തെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ ഒരു സബ്വേയിലത്തെ കാഴ്ചകളും പിന്നെ അടുത്ത് തന്നെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അത് മാത്രമല്ല മുംബൈയിലത്തെ കുറെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണണം കേട്ടോ. പിന്നെ നമ്മളുടെ പ്രേക്ഷകരുടെ സൗകര്യാർത്ഥം ചാപ്റ്റേഴ്സ് ആയിരുന്നു വീഡിയോ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഭാഗങ്ങളൊക്കെ മാത്രം കണ്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ സമയവും എന്റെ സമയവും ഒക്കെ വിലപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു സമയം ഒന്നും അധികം വേസ്റ്റ് ചെയ്തിട്ട് വരില്ല കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോയാലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാ ഈ കാണുന്നതാണ് മുംബൈയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള CST റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് സ്റ്റേഷനാണ്. മുംബൈയിലത്തെ ഈ ഒരു ഫോർട്ട് റീജിയണിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ട്രെയിൻ കയറുന്നത് ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ്. മുംബൈയിലത്തെ ഏറ്റവും എൻഡിൽ വരുന്ന ഒരു സ്റ്റേഷനാണ് ഈ ഒരു CST എന്ന് പറയുന്നത്. ഏത് സമയത്തും ഭയങ്കര തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ രാത്രി സമയങ്ങളിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. അപ്പൊ ഈ ഒരു സ്റ്റേഷനോട് അടുത്ത് തന്നെയുള്ള സബ്വേയിലാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് കേട്ടോ. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈ ഗേറ്റ് നമ്പർ 1 നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സബ്വേയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് റോഡുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പണിതിട്ടേക്കുന്നതാണ്. ഈ ഒരു ട്രാഫിക്കിൽ മുംബൈയിലത്തെ തിരക്കേറിയ റോഡുകൾ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ ഈ കാണുന്ന സബ്വേ വഴി കയറിയിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ അഫ്രോസ് ഭായ് ഉണ്ട്. മഹാരാഷ്ട്രക്കാരനായ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ബ്ലോഗറാണ് അഫ്രോസ് ഭായ്. അപ്പൊ ഞാനും അഫ്രോസ് ഭായും കൂടിയാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സബ്വേയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ആളുകളെല്ലാവരും അവരുടെ ബാഗുകളൊക്കെ പിടിച്ചിട്ട് ഓടുകയാണ്. മുംബൈയിലെ ടൈം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ഓരോ മിനിറ്റും എന്തിനേറെ പറയുന്നു ഓരോ സെക്കൻഡുകൾ പോലും വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും വൻ ഓട്ടത്തിലാണ് കേട്ടോ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാൻ സമയമില്ല.
മുംബൈയുടെ ആ ഒരു സൈഡിന് പോസിറ്റീവായിട്ടും നമുക്ക് പറയാം, നെഗറ്റീവായിട്ടും പറയാം. കാരണം പോസിറ്റീവായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യങ്ങൾക്കും ഇടപെടാൻ പോകത്തില്ല. നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനോ ഒന്നും പോകത്തില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു സബ്വേയുടെ ഉള്ളിലെ തിരക്ക് കണ്ടോ? ഈ ഒരു സബ്വേയിൽ ഒരുപാട് കടകളുണ്ട്. നമുക്ക് ആ കടകൾ ഓരോന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ ഡ്രസ്സിന്റെ ഷോപ്പുകളാണ്, നമ്മുടെ പിള്ളേരുടെ ഒക്കെ ഡ്രസ്സുകളാണ് കേട്ടോ. ഇപ്പൊ ഒരുപാട് കടകളുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ട്രെയിനൊക്കെ കിട്ടുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങളും തുണിത്തരങ്ങളും സ്റ്റേഷനറി ഐറ്റംസും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു സബ്വേയിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. റേറ്റ് ഒന്നും ഭയങ്കര കൂടുതലൊന്നും അല്ല. പിന്നെ നിങ്ങളുടെ ബാർഗെയിനിങ് സ്കില്ല് പോലിരിക്കും കാര്യങ്ങൾ. നിങ്ങൾക്ക് നല്ല വിലപേശൽ കഴിവുണ്ടെങ്കിൽ അത്യാവശ്യം വില കുറച്ച് തന്നെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഫിക്സഡ് റേറ്റ് 120 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾ, ഇതിന്റെ ഉള്ളിലെ തിരക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അമ്മാതിരി തിരക്കാണ്. ഡ്രസ്സുകളൊക്കെ നോക്കി. $350 का? $350 है. आ जाओ. गांधी का 250, 300. हाँ, ये चढ़वा, इसको चढ़वा बोलते हैं. हाँ, इसको कितना है? इसको 150, 150. 150. हाँ. नाम क्या है? हाँ. नाम क्या है? इसरार खान. हाँ. पावरफुल नेम है. हाँ. ആൾക്കാരൊക്കെ ഓടുന്നൊക്കെ ട്രെയിൻ പിടിക്കാനായിട്ട് ഓടുന്നതാണ്. ഈ ഒരു സബ്വേയിലത്തെ തിരക്കെന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമുക്ക് പതിയെ പുറത്തേക്ക് ഇറങ്ങാമല്ലോ. ഇവിടുന്ന് ഇപ്പോൾ പുറത്ത് മാർക്കറ്റുകളുണ്ട്. കുറേ മാർക്കറ്റുകളുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ആ ഒരു സബ്വേയുടെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടു. ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഉള്ളിൽ തിരക്ക് മാത്രമല്ല, ശ്വാസം പോലും കിട്ടണില്ല എന്നുള്ളതാണ്. കാരണം വൈകുന്നേര സമയത്ത് ഒരുപാട് ആളുകൾ ജോലി കഴിഞ്ഞ് പോകുന്ന സമയമാണ്. ഭയങ്കര തിരക്കാണ്. നമ്മൾ ഈ ദൂരെ കാണുന്നുണ്ടല്ല, ആ ഒരു അറ്റം തൊട്ട് ഈ ഒരു അറ്റം വരെ ഉള്ളത് CST സ്റ്റേഷനാണ്. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് സ്റ്റേഷനാണ് കേട്ടോ. അത് എന്ത് ഭംഗിയാണ് നോക്കി കാണാനായിട്ട്. അറൗണ്ട് ദ സ്റ്റേഷൻ 7 entrance. ഓ, മുംബൈയിൽ ഓട്ടോറിക്ഷകളില്ല. ആളുകളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ടാക്സികളെയാണ്. ഷെയർ ടാക്സികളും അല്ലാത്ത ടാക്സികളൊക്കെയാണ് കൂടുതലുള്ളത്. ഇതെല്ലാം ആ ടാക്സി ഗണത്തിൽപ്പെടുന്ന കാറുകളാണ്. ഈ ഒരു ബ്ലാക്കും യെല്ലോയും കളർ വരുന്നതൊക്കെ ടാക്സികളാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഏരിയയിൽ, ഫോർട്ട് ഏരിയയിൽ ടാക്സികൾ മാത്രമേ ഓടത്തുള്ളൂ. ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെ അലൗഡ് അല്ല. ടാക്സികൾ മാത്രമാണ് ഇവിടെ ഓടുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേഷൻ നോക്കിക്കേ, എന്ത് ഭംഗിയാണ് നോക്കിക്കേ. मुंबई का बिगेस्ट मार्केट, उसका नाम क्या है? अब्दुल एयर रहमान स्ट्रीट, कालिदास मार्केट, बोरा बाजार, काथा बाजार, भिंडी बाजार, नल बाजार, देन കുറേ മാർക്കറ്റ് ഉണ്ട് സുഹൃത്തുക്കളെ. അഫ്രോസ് ഭായ് നമുക്ക് കുറച്ച് മാർക്കറ്റുകളൊക്കെ ഇന്ന് പരിചയപ്പെടുത്തി തരും. ഇവിടുത്തെ മാർക്കറ്റുകൾ ഏറ്റവും തിരക്കാവുന്ന സമയമാണ് ഈ ഒരു വൈകുന്നേരം ടൈം. കാരണം ആളുകൾ ജോബ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ മാർക്കറ്റുകളിലും. സോ എല്ലാ മാർക്കറ്റുകളുടെയും ആ ഒരു പൂർണ്ണ തീവ്രതയിൽ കാണണമെങ്കിൽ, ആ ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ തന്നെ കാണണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഒരു വാക്കിന് ഇറങ്ങിയത് കേട്ടോ. നമുക്ക് പതിയെ അടുത്ത മാർക്കറ്റ് ഏരിയയിലേക്ക് പോവാം. ഇക്കണോമിക് ടൈംസിൻ്റെ ആ ഒരു ഓഫീസാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇതുപോലെ ബ്രിഡ്ജുകൾ പണിതിട്ടിട്ടുണ്ട്. ആളുകൾക്ക് റോഡിൽ വണ്ടികളുടെ മുമ്പിൽ വട്ടം ചാടേണ്ട ആവശ്യമില്ല. അതിലല്ലാതെ തന്നെ മുകളിൽ കൂടെ സേഫായിട്ട് ക്രോസ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷനാണിത്. അത് സ്കൂൾ വാനാണ് കേട്ടോ, മഞ്ഞ കളർ അടിച്ചേക്കണേ. ഇതൊരു പഴയ സ്കൂള്. ഇറക്കിറങ്ങി ഓടുന്നൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂൾ വാനിലേക്ക് കയറുന്നുണ്ടോ. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. Come on, take it fast. What will hype come more? Come here, fast. ഫാസ്റ്റ് നോക്കി ഊപ്പര്. Hello, madam. Come on, take it fast. Parcel. भाई साहब, नाम क्या आपका? Manoj Kumar, Radhesham. What is this dish called? Belpuri. Belpuri. മലരും പിന്നെ इसका नाम क्या है? This one? Ah. This is puri. പൂരി. ഓക്കെ. This is your spoon, your Indian spoon. സ്പൂണായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. ഓക്കെ, താങ്ക്സ്. You're welcome. ഒരു കാക്കയ്ക്ക് ഫുഡ് കൊടുത്താണ് കേട്ടോ.
നമ്മളിത് ബായുടെ ഇടയിൽ നിന്ന് ബേല് കഴിക്കുകയാണ്. കൈസേ ഹോ ബേൽ? बढ़िया गुड टेस्ट ना. ഞാനും ട്രൈ ചെയ്യണേ. കൊള്ളാം. आपने इंट्रोड्यूस किया क्या आपको? हाँ എനിക്ക് പൊതുവേ ബേൽപൂരിയും പാനിപൂരി ഒന്നും ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇത് കൊള്ളാം, ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഈ സ്പീക്കിംഗ് മലയാളം. എൻ്റെ കൂടെ കൂടിയിട്ട് അഫ്രോസ് ഭായി മലയാളം പഠിച്ച സുഹൃത്തുക്കളെ. ഇത് പൂരി എന്നാണ് ഞാൻ പറയുന്നത്. ഈ പൂരിയാണ് ഇവിടെ സ്പൂണായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് ആ ഒരു സ്ട്രീറ്റ് ഷോപ്പിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഈ മാർക്കറ്റാണ് മംഗൽദാസ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ബേസിക്കലി ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റ് ആണ്. ഒരു 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റ് ആണ്. നല്ല തിരക്കാണ്, ക്രൗഡ് ഒരു രക്ഷയില്ല, അന്യായ ക്രൗഡാണ്. പിന്നെ ഇതിനിടയിൽ കൂടെ ഒക്കെ റോഡുകളുണ്ട്. ആ റോഡുകളിലൂടെയൊക്കെയുള്ള ഗതാഗതം അലോഡുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടികൾ ഒരുപാടുണ്ട്, മനുഷ്യർ ഒരുപാടുണ്ട്. എന്തായാലും വൈകുന്നേരത്തെ ഇവിടുത്തെ തിരക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് പതുക്കെ ഒരു മാർക്കറ്റിന്റെ അകത്തേക്ക് കയറാം. അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും മുംബൈയിലത്തെ ഫേമസ് ആയിട്ടുള്ള ക്രാഫ്റ്റ് മാർക്കറ്റും ഇതിനോടടുത്ത് തന്നെയാണ്. ഇതെല്ലാം തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു മാർക്കറ്റിലേക്കൊക്കെ വരാനായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് CST ആണ്. CSTനെ കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇനിയിപ്പോൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഈ മാർക്കറ്റിന് അടുത്തോട് തന്നെ പോകുന്ന ബസ്സുകളുണ്ട്. നിങ്ങളിവിടെ വന്നിട്ട് അന്വേഷിച്ചാൽ മതി. ഗൂഗിൾ മാപ്പിൽ ഈ ഒരു മംഗൽദാസ് മാർക്കറ്റ് തന്നെയാണ് ഈ ഒരു മാർക്കറ്റിന്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം മാപ്പ് നോക്കി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സ്ട്രീറ്റിനടുത്തൊക്കെ തന്നെ നമ്മൾ എത്തും. ഇവിടുത്തെ തിരക്ക് അപാരമാണ്. നമ്മൾ നേരത്തെ കണ്ട മാർക്കറ്റ് പോലെ തന്നെ തിരക്ക് ഇവിടെയുണ്ട്. ഇവിടെ നമ്മളുടെ ബ്രോഡ്വേയുടെ ആ ഒരു സെയിം തന്നെയാണ്. അതായത് സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് 2 സൈഡിലും കച്ചവടക്കാരുണ്ട്. നടുക്കൂടെ ലോഡിങ്ങുകാരും മറ്റേവരും വണ്ടികളും കൊണ്ട് ആളുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ മാല, വള ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ, ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതിൽ വഴിയോര കച്ചവടക്കാരുണ്ട്, സ്വന്തമായിട്ട് കടകളൊക്കെ ഇട്ടിരിക്കുന്ന ആളുകളുണ്ട്, തൽക്കാലത്തേക്കൊക്കെ തട്ടിക്കൂട്ടിയേക്കുന്ന സ്റ്റോളുകളുണ്ട്. എന്തായാലും എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. എല്ലാ കടകളിലും ആവശ്യം പോലെ ആൾക്കാരുണ്ട്. അമ്മാതിരി തിരക്കുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ കിട്ടും. പിന്നെ നിങ്ങളുടെ ബാർഗെയിനിങ് സ്കില്ല് പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നന്നായിട്ട് വില പേശിയൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, ഹിന്ദി അത്യാവശ്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വില കുറച്ച് സാധനങ്ങൾ കിട്ടും. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ കാണുന്നുണ്ടല്ലോ, ലോകമാന്യ തിലക് മാർഗ് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത് ഇവിടുത്തെ മസ്ജിദാണേ, ജുമാ മസ്ജിദ്. ഭയങ്കര വലിയ പള്ളിയാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇലക്ട്രോണിക് ഐറ്റംസും ക്ലോത്ത് ഐറ്റംസും അല്ലാത്ത സ്റ്റേഷനറി ഐറ്റംസും എല്ലാം ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ കൂടെ വണ്ടികൾ വിടുന്നത് കൊണ്ട് തന്നെ ചില സമയത്തൊക്കെ കാറുകളൊക്കെ ഇതിനുള്ളിൽ കൂടെ പോകാൻ നോക്കും, വന്ന് ബ്ലോക്ക് ആവും. പിന്നെ ഈ ലഗേജുകളൊക്കെ ഉന്തിക്കൊണ്ട് പോകുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ ഈ അവരും അല്ലാത്ത വണ്ടികളും എല്ലാം കൂടി വന്നിട്ട് ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനുള്ളിൽ തന്നെ ബ്ലോക്ക് ആവും. എന്തായാലും ഈ ഒരു മാർക്കറ്റ് വേറിട്ടൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഒരു തവണയൊക്കെ ഒന്ന് വന്നു നോക്കാവുന്നതാണ്. ഫുൾ 400 ട്രൈപോഡ് കിട്ടനായി. എന്തോരം ഭാരമായ ആളുകൾ ചുമന്നുകൊണ്ട് വന്ന് നോക്കിക്കേ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറുന്ന ഈ ഒരു ബസാറിനെ വിളിക്കുന്നത് ജവേരി ബസാർ എന്നാണ് കേട്ടോ. മുംബൈയിലത്തെ ഏറ്റവും വലിയ ജ്വല്ലറി മാർക്കറ്റുകളിൽ ആണ്. ജ്വല്ലറി മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവിടെ അപ്പുറമൊക്കെ കാണുന്നൊക്കെ ജ്വല്ലറി ഷോപ്പുകളാണ്. കണ്ടില്ലേ, ഇതെല്ലാം ഓരോരോ ഷോപ്പുകളാണ്. നമ്മളുടെ റോൾഡ് ഗോൾഡ് ഐറ്റംസും സെക്കൻഡ് ഐറ്റംസും ഒക്കെ കിട്ടും ഇവിടെ. ജവേരി മീൻസ് ജ്വല്ലറി. ജവേരി മാർക്കറ്റിലെ ഏറ്റവും വലിയ കടകളിലൊന്നാണ് ഇത്. അതുകൊണ്ട് അവർ സിൽവർ കട്ടയാണ് കേട്ടോ കാണുന്നത്. വെള്ളിയാണ്, വെള്ളി. सिंगोड़ा इसके अंदर वाटर बहुत होता है. ഷിങ്കോട എന്നൊരു സാധനമാണ്, നമ്മുടെ കപ്പയൊക്കെ പോലെ ഉണ്ട്. पानी में होता है. मैं फर्स्ट टाइम देख रहा है. पानी में होता है, बहुत हार्ड चीज है, पावरफुल है. ओके बाय बाय. Hola habibi. फुल ग्लास 20, सो इंक्लूडिंग ग्लास 20. ग्लास हमको घर से लेके जाना. इधर है. ഇവിടെ മുംബൈയിലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ചായവാല ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇദ്ദേഹമാണത്. നല്ല തിരക്കുണ്ട് ഇവിടെ, നല്ല തിരക്കുണ്ട് ചായക്ക്. ये मेरा गाँव वाला. हाँ, पूरा मार्केट का जवेरी मार्केट का सबसे स्पेशल चाय. देखा
അടുത്തൊരു ചായക്കടയുണ്ടോ, നല്ല തിരക്കുണ്ട് ഇവിടെ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ആ ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിത് മുമ്പോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട്. മെയിനായിട്ട് നമ്മുടെ ബടാപ്പാവും പാവ് ബജിയും ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടും, ബജികളെല്ലാം തന്നെ കിട്ടും. പിന്നെ സ്ട്രീറ്റ് ഷോപ്പുകളായതുകൊണ്ട് തന്നെ ഒരുപാട് വൃത്തി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഞാനിവിടെ മുംബൈയിൽ വന്നിട്ട് സ്ട്രീറ്റ് ഫുഡുകൾ അധികമൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാ ചെറിയ ചെറിയ ചായക്കടകളിൽ കയറിയാലും നല്ല തിരക്കാണ്. ഈ ജോലി കഴിഞ്ഞ ആളുകൾ പോകുന്ന സമയം കൂടിയാണല്ലോ, അപ്പോൾ എല്ലാവരും ഒരു കടിയൊക്കെ കഴിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഗുയിസ്, ഇവിടെ ഒരു രാജസ്ഥാനി ഫാമിലി ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഫാമിലിയായിട്ട് കമ്പനി ആയിരുന്നു. അപ്പം അവരുടെ കടകളിൽ ചെയ്യ പപ്പടങ്ങളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ അത് പപ്പട് ചാട്ടോ അങ്ങനെ എന്താണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ ഈ ഒരു ആൾക്കാരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. രാജസ്ഥാൻ में ओके, मेरा आंटी राजस्थान में है, बीकानेर. फिर तो आपको आनी चाहिए हिंदी. आने आई एम सीखता है. ഇത് പപ്പടമാണ്. ഇതവർ ആ ഒരു സംഭവത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് ഓരോ ഡിഷാക്കി തരും. കണ്ടില്ലേ? ये पापड़. मैं यूट्यूबर है, केरला का यूट्यूबर है. करंटली इंडिया ऑल इंडिया ट्रिप में है. इसका इंग्रेडिएंट्स क्या है? ये लीचर उड़द दाल. दाल. आपका नाम क्या है? रघुवीर. ओके ओके. और आपका क्या है? सीमा. ओके ओके. सीमा वो सेम नेम केरला से एक फेमस एक्ट्रेस है, फिल्म स्टार सीमा. सीमा केरला में फिल्म स्टार है. हाँ हाँ. समझ में आ रहा है. आप लोग हम किधर से? जयपुर. जयपुर है, जयपुर. ये एक पपड़ दीजिए, आई विल ट्राई वन. स्पाइसी चलेगा ना? हाँ, थोड़ा लिटिल. ठीक. पता नहीं क्या है. हाँ, ऑनियन चलेगा, नो प्रॉब्लम. इसका नाम क्या है? ये മസാല പപ്പട്. ഹാ ഹാ ഓക്കെ. ഒരേ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ മസാല പപ്പട്. അപ്പോൾ ഞാൻ ഇത് മസാല പപ്പട് ട്രൈ ചെയ്യാൻ പോവാണ്. मसाला से प्रॉपरली मसाला മസാല खिचिया കിച്ചിയ पापड़. പപ്പട്. ठीक है. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം ട്രൈ ചെയ്യുന്നത്. बट गुड ना, वेरी डिफरेंट. वेरी डिफरेंट राइट. नहीं नहीं, वो बैड नहीं, लेकिन मैं पहला है, ये बहुत डिफरेंट टेस्ट है. स्लोली. बहुत साल हो गया. बहुत साल हो गए. इधर कितना ईयर हो गया इधर? मेरे को इधर 10-12 साल हो गया, लेकिन मेरी सास बहुत पहले से थी. बोलो बोलो बोलो. मैं इशारा करो 50 साल से शुरू. हाँ, 50 साल से ऊपर हो गया. 50 साल. समझा वो क्या वे क्या? वो है ना, बहुत आप वो भी उतर के ही आपके उधर. നാരങ്ങയുടെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. ആ നാരങ്ങയുടെ ആ ജ്യൂസിൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്, പക്ഷെ കൊള്ളാട്ടോ. അങ്ങനെ ഞാൻ ഈ സംഭവം ട്രൈ ചെയ്തിട്ടോ, ഇത് കൊള്ളാം. പണ്ട് 1 പൈസ 2 പൈസയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ഇവിടെ ഇതിൻ്റെ കച്ചവടം നടത്തിയിരുന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. മേനൊക്കെ എത്തിനായേ? इनका कितना लो? रहने दो आप. നെയ്യ് ഇതാ. हाँ, रहने दो. ഒരു ക്യാഷ് വേണ്ടത് പറഞ്ഞു കേട്ടോ. താങ്ക് യു, ധന്യവാദ്. രാജസ്ഥാൻ പപ്പട് വാല. ബൈ. മലയാളി അല്ലേ? എവിടെയാ സ്ഥലം? ശരി. ഞാനൊക്കെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഇറങ്ങിയതാണ്. ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങിയതാണ്. കൊച്ചിയിലാണ്, കൊച്ചി. दो से मेरा ചേട്ടൻ മലയാളിയാണ്. ഒരു വനിയുടെ ഓ വേണ്ട, ഓ ഫുള്ള വയറുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഖാവ് ഗലി എന്നാണ് പറയുന്നത്. ഖാവ് ഗലി അതായത് ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് സ്ട്രീറ്റ് ആണ് മെയിൻലി. പല ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. പാവ് ബജി ഉണ്ട്, പാനിപ്പൂരി, ബേൽപൂരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പപ്പടത്തിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. മസാല പപ്പട്, കിച്ചായ, പപ്പട് കിച്ചായ, എന്തൊക്കെയോ സാധനം ഉണ്ട് കേട്ടോ. അതിലെന്തൊക്കെയൊക്കെയോ ഞാനിത് തിന്നിട്ടുണ്ട്. പപ്പടം ട്രൈ ചെയ്തു. പിന്നെ പാവ് ബജി ആ ചേട്ടൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഒരു പാവ് ഇങ്ങനെ തിന്നെന്നും പറഞ്ഞ് നിർബന്ധിച്ച് തിരിച്ചാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാവ് ബജി കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്തു. ഇപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ
നോക്കിയാലും ഫുഡാണ്. ഫുഡ് മെയിൻ ഫുഡാണ്. മുംബൈ സ്ട്രീറ്റ് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ വന്ന് നോക്കാം. CST റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. വന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഷോപ്പുകളെല്ലാം ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരങ്ങളൊക്കെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കടകളും ഒരു വൈകുന്നേരം തൊട്ടുണ്ടാവും, അങ്ങോട്ടേക്ക് രാത്രി വരെയൊക്കെ എന്തായാലും ഉണ്ടാവും. ഗുജറാത്തി ഐറ്റം, ഇത് ഗുജറാത്തി ഐറ്റം ആണ് കേട്ടോ. സേവ് കമ്പനി എന്നാണ് പറയുന്നത്. ന്യൂ ഐറ്റമേ? नो न्यू आइटम बोलो थोड़ा 20 years जूना है 20 years. അപ്പോൾ ഗുയ്സ് ഞാൻ ആ ഒരു മാർക്കറ്റ് ഏരിയ നിന്നൊക്കെ പുറത്തിറങ്ങി കേട്ടോ. ഭയങ്കര തിരക്കാണ് അതിനുള്ളിൽ കുറേ നമ്മൾ കറങ്ങി നടന്നു, കുറേ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്തു. തിരിച്ച് നമ്മളുടെ ആ ഒരു CST മെയിൻ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് ഒന്നിനെ ഇവിടെ നേരെ ഡോർമെറ്ററിലേക്ക് പോകാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മളുടെ CST സ്റ്റേഷനിൽ ഞാനും അഫ്രോസ് ബായും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മളിതൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സ്പേസിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു കളർഫുൾ ബിൽഡിംഗ് CST റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് കേട്ടോ. ഛത്രപതി ശിവജി മഹാരാജ് സ്റ്റേഷൻ്റെ ഭാഗമാണ്. അവിടുത്തെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ. അവിടുത്തെ ഓഫീസർമാരും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് എൻട്രൻസ് അലൗഡ് അല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു കളർഫുൾ ഇതായിട്ട് കാണുന്നത് CST റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അവിടെ ഒരു ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് എൻട്രൻസ് അലൗഡ് അല്ല. നമുക്ക് ആ ഗേറ്റ് അവിടെ വരെ പോയി നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അകത്തേക്ക് പോകാനായിട്ട് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവർ സമ്മതിക്കില്ല. ഇത് ആ ഒരു മെയിൻ ഏരിയ ആണ്. അവിടുത്തെ സിഗ്നൽ ഒക്കെ ഇവിടെയാണ്. ഭയങ്കര വലിയ സിഗ്നൽ ഏരിയ ആണിത്. ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ട് ഇവിടുത്തെ, 2 നിലയുള്ള ബസ്. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നുണ്ട് നടന്നു വന്നൊക്കെ. നഗര പാലിക മുഖ്യാലയ. ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് ആണ് കേട്ടോ. ഇവിടെ ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ടോയ്ലറ്റ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതേ ഞങ്ങൾ മാർക്കറ്റ് ഏരിയയൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ ഡോർമെറ്ററിയുടെ ആ ഭാഗത്തേക്ക് വന്നിട്ടോ. ഞങ്ങളിത് ഇവിടുത്തെ ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ മുംബൈയിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റ് ഏരിയയും പരിസരങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. അപ്പം ഇതിനെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോയിൽ മുംബൈയിലെ കൂടുതൽ അടിപൊളി കാഴ്ചകളുണ്ടാവും. അഫ്രോസ് ഭായ് നാളെ പോവുകയാണ്. നാളെ തിരിച്ച് അഫ്രോസ് ഭായിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള അഫ്രോസ് ഭായ് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ്. അഫ്രോസ് ഭായിക്ക് അവിടെ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് വീട്ടിലേക്ക് പോയിട്ട്. അതുകൊണ്ട് അഫ്രോസ് ഭായ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 3-4 വീഡിയോയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ടു സ്പെൻഡ് സം टाइम आपके लिए करने के लिए मैं बहुत हैप्पी है और फिर मिलेगा फिर मिलेंगे चलते फिर मिलेंगे चलते राइट ओके definitely we'll see again then bye भाई को आपका सपोर्ट का बहुत ज़रूरत है. भाई के हर वीडियो को आप लाइक करो, शेयर करो और चैनल को सब्सक्राइब करो और भाई का सब वीडियो आप देखो. ये भाई इंडिया से नेपाल भूटान जा रहा है, केरला से निकला है. तो आपका मलयालम भाई को, इंडियन भाई को सपोर्ट कीजिए.